ദേശാഭിമാനികളെ, ബഹുമാന്യരായ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, മിത്രങ്ങളെ, സുഹൃത്തുക്കളെ, ഏവർക്കും ജയ് ഹിന്ദ് TV-യുടെ അന്തർധാരയുടെ അഭിവാദനങ്ങൾ. സംഭവബഹുലമായ കഴിഞ്ഞ വാരത്തേക്കാൾ ഭീഭത്സത വാരി വിതറിക്കൊണ്ട് നമ്മുടെ നാട് അക്രമത്തിൻ്റെ കൊടും ചുഴിയിലേക്ക് വീണ്ടും ചെന്ന് നിപതിക്കുന്ന കാഴ്ചകളും വാർത്തകളുമാണ് അതിരാവിലെ മുതൽ നമ്മുടെ കാതുകളെയും കണ്ണുകളെയും തേടി എത്തിയിരിക്കുന്നത്. ഏറെ സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രദേശമാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലും വളരെ വിദ്യാസമ്പന്നരും സ്നേഹസമ്പന്നരുമായ ജനങ്ങളുടെ ഒരു പ്രദേശമാണ് അത്. കക്ഷി, പക്ഷ, മത, സാമുദായിക ഭേദങ്ങളൊന്നുമില്ലാതെ ഏറെ യോജിപ്പോടെ ജനങ്ങൾ ജീവിച്ചു പോരുന്ന ഒരു സാംസ്കാരിക മികവുള്ള പ്രദേശമാണ് കരുനാഗപ്പള്ളിയും ഓച്ചിറയും ഒക്കെ. ആ പ്രദേശത്ത് ഇന്നലെ അർദ്ധരാത്രിയുടെ നിഗൂഢതയിൽ നടന്ന ഏവരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് രാവിലെ മലയാളികളെയും മാനവലോകത്തെയും സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഈ ഭീഭത്സത എങ്ങോട്ട്, എവിടെ വരെ എന്നീ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ, അക്രമം അവസാനിപ്പിക്കാൻ അവരവർ തന്നെ പ്രതിജ്ഞയെടുത്താൽ മാത്രമേ അത് വിജയകരമാവുകയുള്ളൂ. മറ്റാര് പറഞ്ഞാലും പ്രേരിപ്പിച്ചാലും അതിലൊക്കെ പരിധിയുണ്ട്. എന്നാൽ അവനവൻ തന്നെ തീരുമാനമെടുക്കുകയും പ്രതിജ്ഞയ്ക്ക് വിധേയരാവുകയും ചെയ്താൽ കുറേ കൂടി ആശ്വാസം നാടിനും ജനങ്ങൾക്കും മൊത്തത്തിൽ മാനവരാശിക്കും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്ധാളിപ്പിക്കുന്ന വാർത്തകളാണ് അതിരാവിലെ നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ അന്ധാളിപ്പിക്കുന്ന വാർത്തകളാണ്. കേരളം സാംസ്കാരികതയുടെ കാര്യത്തിൽ, മാനവ ഐക്യത്തിൻ്റെ കാര്യത്തിൽ, മനുഷ്യ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, സാഹോദര്യത്തിൻ്റെ കാര്യത്തിൽ എത്രയോ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ മികച്ച സാംസ്കാരിക സമ്പന്നമായ ഒരു ഭൂപ്രദേശമാണ്. പക്ഷെ ആ കേരളത്തിൽ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ, ലഹരി നമ്മുടെ നാട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, വിതയ്ക്കുന്ന ഭീകരതകളൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്തതോ ഓർമ്മിക്കാൻ സാധ്യമല്ലാത്ത വിധം ഭീഭത്സമവും ആയ കാര്യങ്ങളാണ്. ഇത് നിയന്ത്രിക്കാൻ മറ്റൊരു ശക്തിക്കും സാധിക്കില്ല. അവരവർക്ക്, മനുഷ്യർക്ക് സ്വയം തീരുമാനമെടുത്ത് മാത്രമേ ഇത്തരം സംഭവങ്ങൾക്ക് വിരാമമിടാൻ സാധിക്കുകയുള്ളൂ. ഈ അന്ധതയിൽ നിന്ന്, ഈ ക്രൂരതയിൽ നിന്ന്, ഈ നരനാട്ടയാട്ടിൽ നിന്ന്, ഈ മനുഷ്യവേട്ടയിൽ നിന്ന്, ഈ കൊലപാതകത്തിൽ നിന്ന് പിന്മാറാൻ അവനവൻ്റെ മനസ്സിനെ അവരവർ തന്നെയാണ് സജ്ജമാക്കേണ്ട സമയമാണ് ഇത്. നല്ല വിദ്യാസമ്പന്നരായ ജനങ്ങൾ, ഏറെ മഹിമയോടെ പെരുമാറുവാനും പ്രവർത്തിക്കുവാനും സഹകരിക്കുവാനും സാധിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തെ ഏറ്റവും പുണ്യപൂർണമായ ശാന്തമായ ഒരു പ്രദേശമാണ് കേരളം. കേരളത്തെ ഈ തരത്തിൽ ഒരു വൈതാളിക സമൂഹത്തിൻ്റെ കൈകളിലേക്ക്, കൊലപാതകരുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആരാണിതിന് ഉത്തരം പറയേണ്ടതെന്നൊന്നും പറയാൻ ഞാൻ പ്രാപ്തനല്ല. പക്ഷേ ഉത്തരം കണ്ടെത്തിയേ തീരൂ എന്നത് ഒരു വസ്തുതയാണ്. ഇത് നിയന്ത്രിക്കപ്പെട്ടേ തീരൂ എന്നത് ഒരു അത്യാവശ്യമാണ്. ഇത്തരം വികാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തേ സാധിക്കൂ എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യവും സാഹചര്യവുമാണ്. അവിടേക്കെത്താൻ നമ്മുടെ മനസ്സിന് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഭീഭത്സതയാണ്! അമ്മയെ തല്ലിക്കൊല്ലാൻ അറപ്പില്ലാത്തവർ, അച്ഛനെ നടു റോഡിൽ വെട്ടിവീഴ്ത്താൻ അറപ്പില്ലാത്തവർ, സഹോദരങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്ത് കൈകാലുകൾ വെട്ടിയെടുക്കാൻ അറപ്പില്ലാത്തവർ നമ്മുടെ നാട്ടിൽ
കൊടി കുത്തി വാഴുന്നു എന്ന് പറഞ്ഞാൽ, അവർ അവർ മുളച്ച് പൊന്തുന്നു നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് താങ്ങാനും സഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാത്ത കാര്യമാണ്. അത് നിയന്ത്രിക്കുവാൻ ആർക്കാണ് സാധിക്കുക? പോലീസിനൊരു പരിധിയുണ്ട്. പോലീസ് വന്നു നിന്നല്ലല്ലോ ഇതൊക്കെ ചെയ്യിക്കുന്നത്. പോലീസ് കാണാതെത്തതുകൊണ്ടല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പോലീസല്ല, പട്ടാളമല്ല, ആരിറങ്ങിയാലും ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ അവനവൻ തന്നെ സ്വയം നിയന്ത്രിക്കുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ മനസ്സ് ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാനും ഇത്തരം ദുർവികാരങ്ങളെ മുളയിലെ നുള്ളിക്കളയുവാനും സമ്പന്നമായ വികാരങ്ങളോടെ തയ്യാറെടുക്കേണ്ട സമയമാണ് ഇത്. എന്തുകൊണ്ട് നമുക്ക് അതിന് സാധിക്കുന്നില്ല? നമുക്ക് വേദപുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, നമുക്ക് വേദാന്ത ഭാഷ്യങ്ങൾ കുറഞ്ഞു പോയിട്ടല്ല, നമുക്ക് അഭ്യസ്ത വിദ്യരുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ടല്ല, നമുക്ക് സാമൂഹ്യ പരിചയമുള്ള ജനങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ടല്ല. എന്തുകൊണ്ടോ മനുഷ്യൻ അക്രമത്തിലേക്ക് പാഞ്ഞടുക്കുകയാണ്. ഹിംസാത്മകമായ ഒരു വികാരവുമായി മനുഷ്യൻ മുറുകെ പിടിച്ച ആയുധങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. ആരെ എന്നില്ലാതെ, എന്തിന് എന്നില്ലാതെ അരിഞ്ഞു വീഴ്ത്താൻ, സംഹരിക്കാൻ. ഈ വികാരം നമ്മുടെ നാട്ടിൽ വളർന്നു പൊന്തുന്നത് ശാശ്വതമായ അപകടത്തിൻ്റെയും ഒരു നാട് തന്നെ അസ്തമിച്ച് പോകുന്നതിനും വഴിയൊരുക്കുന്ന ഒന്നാണ്. അത് വളരുന്ന തലമുറ ധരിക്കേണ്ടതാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം കാര്യങ്ങളിൽ പഴയകാലത്തെ സിലബസുകളിൽ ശാന്തി, ദയ, ഭൂതദയ, കാരുണ്യം, കരുണ, ഇങ്ങനെ പല പല കാര്യങ്ങളെ പറ്റി കുട്ടികളുടെ മനസ്സറിയത്തക്കവണ്ണം പാഠഭാഗങ്ങളും അത് അത്ര മനോഹരമായി കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അധ്യാപകരുടെ പരിശ്രമവും നമ്മുടെ വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ തന്നെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അത് അവരുടെ മനസ്സിനെ മാനസാന്തരപ്പെടുത്താൻ ഉപകരിക്കുന്നതും അവരെ കൂടുതൽ എളിമയിലേക്കും സൗമ്യതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ പ്രേരിപ്പിക്കുന്നതും ആയിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ പാഠപുസ്തകം, വിപ്ലവത്തിൻ്റെ പേരിൽ അത്തരം ശാന്തി മന്ത്രങ്ങളൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് അസ്തമിച്ചിരിക്കുന്നു. പകരം അവിടെ പ്രചോദനം നൽകുന്ന കഞ്ചാവും മയക്കുമരുന്നുകളും സ്ഥാനം പിടിച്ചിരിക്കുന്നു. പാഠപുസ്തകങ്ങളിലൂടെ അല്ല അത് വളർന്നു വരുന്നത്. പാഠപുസ്തകങ്ങൾ മാറി നിൽക്കുന്ന വേദികളിലേക്ക്, അതായത് മാലാഖമാർ അറച്ചു നിൽക്കുന്നിടത്ത് ചെകുത്താൻ ഇടിച്ചു കയറും എന്ന് പറയുന്നത് പോലെ ചെകുത്താൻ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ അതീവ ബാല്യത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ദയയും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആ ഒരു സേവന മേഖല നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ വേണ്ടത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, അതുപോലെ ബയോളജി, സുവോളജി എന്ന് വേണ്ട ശാസ്ത്ര വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ, സാങ്കേതിക വിഷയങ്ങൾ, ഇങ്ങനെ പലതും തന്നെ സബ്ജക്റ്റുകളും വ്യത്യസ്തങ്ങളായി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നു. പക്ഷേ അവനെ മനുഷ്യനായി പരിവർത്തനം ചെയ്യുന്നതിനാവശ്യമായ ഒരു സേവനവും സ്കൂൾ വിദ്യാഭ്യാസ തലത്തിലൂടെ കുട്ടികളുടെ മനസ്സിലെത്തുന്നില്ല. ദയ എന്തിനു വേണ്ടി? കാരുണ്യം എന്തിനു വേണ്ടി? സമസൃഷ്ട സ്നേഹം എന്തിനു വേണ്ടി? എന്തുകൊണ്ട് മനുഷ്യൻ ക്ഷമിക്കണം? എന്തുകൊണ്ട് മനുഷ്യൻ കർമ്മനിരതനാകണം? എന്തുകൊണ്ട് മനുഷ്യൻ ക്രൂരത ഉപേക്ഷിക്കണം? ഇതൊക്കെ മുൻകാലങ്ങളിലെ പാഠ്യപദ്ധതികളിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കടന്നു ചെല്ലുന്ന വികാരങ്ങളായി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായും കച്ചവട മേഖലയാണ്. അവർ ഓണച്ചന്തയിലേക്ക് വരുന്നത് പോലെ, പെരുന്നാൾ ചന്തയിലേക്ക് വരുന്നത് പോലെ, ക്രിസ്മസ് ചന്തയിലേക്ക് വരുന്നത് പോലെ എവിടെ നിന്നെങ്കിലും സമാഹരിച്ച കുറേ പാഠ്യവിഷയങ്ങൾ കുത്തിപ്പിടിച്ച് അവർ തീർച്ചയായിട്ടും അവരുടെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല അവർ തന്നെ വികസിപ്പിച്ചെടുക്കുന്നതാണ്. നമുക്കത് കണ്ടാലറിയാം. ആർക്കും ഇപ്പോൾ സ്കൂളുകൾ തുടങ്ങാം, നടത്താം. അവിടെ എന്ത് പഠിപ്പിക്കുന്നു, എന്തൊക്കെ നടക്കുന്നു എന്ന് ആരും പരിശോധിക്കുന്നില്ല. സർക്കാർ നടത്തുന്ന പള്ളിക്കൂടം വഴിപാട് വിദ്യാലയങ്ങളാണ്.
ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അവിടേക്ക് കുട്ടികളെത്തുന്നില്ല. കുട്ടികളിൽ 80% പോകുന്നത് പുതുതായി മുളച്ച് പൊന്തുന്ന വ്യത്യസ്ത നാമധേയങ്ങൾ കൊണ്ട് ധന്യമാക്കി മുളച്ച് പൊന്തുന്ന പല പല സ്വകാര്യ വിദ്യാലയങ്ങളിലാണ്. അവിടെ ആര് പഠിപ്പിക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നുവെന്ന് ആരും കാരുണ്യവശാൽ അന്വേഷിക്കുന്നില്ല. ഇവിടെ ആർക്കും ഒരു നോട്ടീസ് അടിച്ചിറക്കി പത്രപരസ്യവും കൊടുത്ത് പിറ്റേന്ന് രാവിലെ ഷെഡും കെട്ടിയിട്ട് 10 അധ്യാപകരെയും നിയമിച്ച് പള്ളിക്കൂടം തുടങ്ങാവുന്ന സംസ്ഥാനമാണ് കേരളം. ആരും നോക്കാനില്ല, കാണാനില്ല, കേൾക്കാനില്ല. അവിടെ എന്ത് പഠിപ്പിക്കുന്നു, അവിടെ എന്തൊക്കെ നടക്കുന്നു, ഇതാരും അന്വേഷിക്കുന്നില്ല, പരിശോധിക്കുന്നില്ല. അതിനെ നയിക്കുന്നത് CBSE ആയിരിക്കും, ICSE ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാമധാരികളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും. അവർ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഒരു തലമുറയിൽ നമുക്ക് നിന്ന് സ്ഥാപിച്ചെടുക്കേണ്ട, ഒരു തലമുറയിലൂടെ നമുക്ക് വളർത്തിയെടുക്കേണ്ട മഹാമൂല്യങ്ങളെല്ലാം അവിടെ നഷ്ടമാവുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. സർക്കാരിൻ്റെ പള്ളിക്കൂടങ്ങളിൽ മറ്റ് മാർഗമില്ലാത്ത കുട്ടികൾക്ക് പോയി പഠിക്കാനുള്ള ഒരു ആശരണ കേന്ദ്രമായോ അഭയ കേന്ദ്രമായോ പേരിന് നിൽക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും ആലോചിക്കാനില്ല. പ്രൈമറി സ്കൂളുകൾ, അവിടുത്തെ ആ സ്കൂളുകളുടെ വിദ്യാഭ്യാസ തലം അതൊക്കെ അതീവ ശുഷ്കാന്തിയോടെ നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നാം ആഗ്രഹിക്കുന്ന സാംസ്കാരിക പരിഷ്കരണമോ ധാർമ്മിക പരിരക്ഷണമോ സാമൂഹ്യ മനോഭാവമോ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. ആ നിലയിൽ കാര്യങ്ങൾ പിടിവിട്ട് നിയന്ത്രണം വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം 70-80% കുട്ടികൾ പല ആളുകൾ നടത്തുന്ന, പല ഏജൻസികൾ നടത്തുന്ന, പല പേരിൽ നടക്കുന്ന വിദ്യാലയങ്ങളിലേക്കാണ് പോയി പഠിക്കുന്നത്. അവിടെ എന്തൊക്കെ നടക്കുന്നുവെന്ന് നമ്മുടെ AEOമാർക്ക് അറിയില്ല, DEOമാർക്ക് അറിയില്ല, DDക്ക് അറിയില്ല, ഡയറക്ടർക്ക് അറിയില്ല. അവർക്കവിടെ കാര്യമില്ല, അവർക്കവിടെ നോ എൻട്രിയാണ്. അവർക്ക് പ്രവേശിക്കാവുന്നത് ആണ്ടിൽ കൃത്യമായി ഓല കെട്ടാൻ കഴിയാത്ത കുറേ പള്ളിക്കൂടങ്ങൾ, ഓട് പൊട്ടിപ്പറിഞ്ഞ കുറേ പഴയ പള്ളിക്കൂടങ്ങൾ, ആസ്പെറ്റാസ് പൊട്ടിപ്പൊളിഞ്ഞ കുറേ പഴയ പള്ളിക്കൂടങ്ങൾ, അസൗകര്യങ്ങളുടെ കൂടാരമായി മാറിയ കുറേ പള്ളിക്കൂടങ്ങളുള്ളത്. ഒരു വലിയ പരിധി വരെ സർക്കാർ സ്കൂളുകളുടെ ശോച്യാവസ്ഥ മാറ്റാൻ സർക്കാർ തലത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാപനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടുകയല്ല, ഒരു പക്ഷേ കുറയുകയാണ്. അഥവാ ചില സ്കൂളുകളിൽ 5-10 കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം കുട്ടികളും പഠിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വക പ്രൈവറ്റ് പള്ളിക്കൂടങ്ങളിലാണ്. സർക്കാരിന് ബാധ്യതയില്ലാത്ത സ്കൂളുകളാണ് ഇതിൽ പലതും, പല പേരുകളിൽ നടത്തുന്നതാണ്. അല്ല, ഇവിടെ കേരളത്തിൽ നടക്കുന്ന കുറേ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റുകളുടെ വിദ്യാലയത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറിച്ച് കൂണുപോലെ പൊട്ടി മുളയ്ക്കുന്ന 1000 പള്ളിക്കൂടങ്ങൾ നമ്മുടെ രാജ്യത്ത് ദിവസേന മുളച്ചു വരികയാണ്. അവരുടെ സിലബസ് വ്യത്യസ്തമാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അതാരന്വേഷിക്കുന്നു, ആര് നോക്കുന്നു, ആര് പറയുന്നു, ആരുമില്ല. അവരുടെ അധികാരി എവിടെന്നോ വരുന്നു, അവിടെ പരിശോധിക്കുന്നു, അവിടെ പാർട്ടി നടക്കുന്നു, അവിടെ വിരുന്ന് സൽക്കാരം നടക്കുന്നു, അവർ മടങ്ങിപ്പോകുന്നു. ആ കുട്ടികളുടെ കാര്യത്തിലൊന്നും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഈ വിദ്യാലയങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുവെന്ന് പരിശോധിക്കാൻ കേരളത്തിലൊരു സമ്പ്രദായമോ സംവിധാനമോ ഇല്ല. അതുകൊണ്ട് പ്രൈമറി തലം തൊട്ട് വിദ്യാർത്ഥികളുടെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുവാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല വഴിക്കും പല വിധത്തിലും പലരുടെ കയ്യിലും പല നിയന്ത്രണത്തിലുമാണ്. അതിൻ്റെ അപാകതയാണ് കേരളീയ സമൂഹത്തിൽ വൻതോതിൽ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പരിതപിച്ചിട്ട് കാര്യമില്ല. നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കണം. അതിന് ഗവൺമെൻറ് സംവിധാനം ഉണ്ടാക്കണം. ഉദ്യോഗസ്ഥന്മാർ ഇത്രയും പ്രൗഢി കാണിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം, ഉദ്യോഗസ്ഥന്മാർ പലരും വളരെ മാന്യന്മാരും യോഗ്യന്മാരും തന്നെ, പക്ഷേ ഉദ്യോഗസ്ഥ പ്രൗഢിയിൽ എല്ലാം മുങ്ങിപ്പോവുകയും സകല കാര്യപരിപാടികളും അസ്തമിച്ചു പോവുകയും ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ തരം താണുകൊണ്ടും രൂപാന്തരപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ്. ഉന്നത അധികാരികളുടെ ശാഠ്യം, അവരുടെ യൂറോപ്യൻ സ്റ്റൈൽ ബിഹേവിയർ,
അവർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളുടെ നീതിയും നീതികേടും അതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന കാര്യങ്ങൾ. തനി ഭാരതീയതയും നമ്മുടെ സംസ്കാരവും ഇവിടെ എരിഞ്ഞടങ്ങുകയും അസ്തമിക്കുകയും ചെയ്യാണ്. വി വാണ്ട് ഓൺലി ഇംഗ്ലീഷ്. നമുക്ക് വേണ്ടത് ആംഗ്ലിക്കൻ കൾച്ചറും സിവിലൈസേഷനുമാണെന്ന് വന്നിരിക്കുന്നു. ആ നിലയിലേക്ക് ഞാൻ ആംഗ്ലിക്കൻ കൾച്ചറിനെ അപമാനിക്കുകയല്ല. അതുകൊണ്ട് ഭാരതീയൻ്റെ അഥവാ ഒരു കേരളീയൻ്റെ തനതായ മൂല്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നഷ്ടമായി അസ്തമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ അധികാരത്തിലിരിക്കുന്ന അധീശവർഗത്തിന് സാധിക്കണം. സാമൂഹ്യ തലത്തിലെ പ്രമുഖന്മാർക്ക് സാധിക്കണം. വിദ്യാഭ്യാസ തലത്തിലെ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കണം. ഇതൊന്നും കഴിയുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അവർ തെളിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ പോരാ. രാജ്യത്തിന് അവർക്ക് വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കാൻ കഴിയണം. അവരെ ആ പ്രോഗ്രാമിന് വിധേയരാക്കി വളർത്തുവാനും ജീവിപ്പിക്കുവാനും സാധിക്കണം. അവരെ ആ മഹത്തായ ലക്ഷ്യത്തിലൂടെ വാർത്തെടുക്കാൻ സർക്കാരിന് ആകപ്പാടെ സാധിക്കണം. ഇവിടെ അതൊന്നും നടക്കുന്നില്ല. ഇവിടെ കത്തി പ്രശ്നപരിഹാരമുണ്ടാക്കണം, റിവോൾവർ പ്രശ്നപരിഹാരമുണ്ടാക്കണം, കഠാര പ്രശ്നപരിഹാരമുണ്ടാക്കണം, വാൾത്തലപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടണം. അമ്പും വില്ലും ഉൾപ്പെടെ പുനർജനിച്ചു കൊണ്ടിരിക്കുന്നു. അവരാണ് തീരുമാനമെടുക്കേണ്ട ശക്തി കിടന്ന സ്ഥിതി വന്നിരിക്കുന്നു. വീട് കയറിയുള്ള അക്രമം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ നേരെയുള്ള നായാട്ടും വേട്ടയും എണ്ണമറ്റ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീത്വത്തോട് കാണിച്ചിരുന്ന ആദരവും ബഹുമാനവും മാന്യതയുമാണ് ഒരുപക്ഷെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വിലപ്പെട്ട മഹത്വങ്ങളിൽ ഒന്ന്. അതെല്ലാം എവിടേക്കോ പോയി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രസവിച്ച് വളർത്തിയ പാലൂട്ട് വളർത്തിയ അമ്മയെ അടിച്ചു വീഴ്ത്താൻ, അവരുടെ ശിരസ് വെട്ടിയെടുക്കാൻ, അവരുടെ കൈകാലുകൾ ഛേദിച്ചെറിയാൻ അറപ്പില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ വരെ അവതാളത്തിലായിരിക്കുന്നു എന്ന് നാം ശാന്തമായി ആലോചിക്കണം. ഇത് ആലോചിച്ച് താടിയിൽ കൈയും കൊടുത്ത് വീട്ടിൽ കമിഴ്ന്ന് കുത്തിയിരുന്നാൽ പോരാ. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കുവാനുള്ള തൻ്റേടം അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ടാകണം. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ മുഴുവൻ ഭരണാധികാരികളും നമ്മുടെ ബഹുജന സമൂഹവും ചേർന്നതാണ് ഗവൺമെൻറ്. ഉദ്യോഗസ്ഥന് അവരുടെ മാർഗം, മന്ത്രിമാർക്ക് അവരുടെ മാർഗം, ബഹുജനങ്ങൾക്ക് അവരുടെ മാർഗം എന്ന നില വന്നാൽ സംഭവിക്കാവുന്നത് എന്തുമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് അറുതി വരുത്താൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഒരു നല്ല കാര്യം കേരളത്തിൽ നടക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 9 മാസം മുൻപ്, 9 മാസം തികയാൻ പോകുന്നതേ ഉള്ളൂ, 9 മാസത്തിന് മുൻപ് നാടിനെ നടുക്കിക്കൊണ്ട് അന്ധാളിപ്പിച്ചുകൊണ്ട് ഇടിയും മിന്നലും കാർമേഘ കർഷണങ്ങളും ഒക്കെ നടന്നപ്പോൾ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും ഒരു നാട് മുഴുവൻ പരിഭ്രാന്തമാവുകയും ഒരു നാട് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുകയും ചെയ്ത പ്രകൃതി പ്രഖ്യാപിച്ച ഒരു മഹാദുഃഖ ദുരന്തം നാം കണ്ടു. അതാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. അവിടെ അനേകായിരം ആളുകൾ വീട് നഷ്ടപ്പെട്ടു, 1000ഓളം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു, ഒട്ടേറെ ഭൗതിക ശരീരങ്ങൾ പോലും നമുക്ക് കാണാൻ കഴിയാതെ ഒഴുകി നഷ്ടപ്പെട്ടു, ഒട്ടേറെ കുടുംബങ്ങൾ അങ്ങനെ മരണത്തിനിരയായി, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ ആഘാതത്തിൽ തകർന്നൊഴുകിപ്പോയി. ഇത്രയും വിപത്കരമായ ഒരാപത്ത് സമീപകാല കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളുടെ ജീവഹാനി സംഭവിച്ച, ഇത്രയും ആളുകൾ വീടില്ലാത്തവരായി മാറിയ, ഇത്രയും ആളുകളുടെ വിദ്യാലയങ്ങൾ ഒഴുകിപ്പോയ, ഇത്രയേറെ കാർഷിക രംഗം അസ്വസ്ഥമായ ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. തീരദേശങ്ങളിലൊക്കെ ധാരാളം വെള്ളപ്പൊക്കം ഉണ്ടായെങ്കിലും അത് ഇത്രയേറെ ആപത്തുകൾ വിതച്ചുകൊണ്ടല്ല അവസാനിച്ചത്. വയനാട്ടിലെ ആ ദുരന്തം നമ്മുടെ മനസ്സിനെ എന്നും നടുക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒന്നാണ്. പക്ഷേ കേരളത്തിനൊരു വലിയ മഹത്വമുണ്ട്. ഒരാപത്തിൽ പെട്ടിരിക്കുന്നു എന്ന് കണ്ടാൽ രാഷ്ട്രീയം മറന്ന്,
എല്ലാ പരിമിതമായ ചിന്തകളും മറന്ന് ജനങ്ങൾ അപ്പോൾ തന്നെ ഓടിയെത്തി ഒരുമിക്കുന്ന വേണ്ടുന്ന സേവനം ചെയ്യുന്ന ഒരു മനസ്സ് മലയാളിക്ക് സമമായി ലോകത്തെവിടെയും നമുക്ക് കാണാൻ ഇതപര്യന്തം കഴിഞ്ഞിട്ടില്ല. അതൊക്കെ താൽക്കാലികങ്ങളും മാനുഷികങ്ങളുമായി ചോർന്ന് അവസാനിച്ചു പോകുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. പക്ഷേ മലയാളിയുടെ മനസ്സിലെ ആ സ്നേഹസ്പർശം വളരെ ഉത്തരവാദിത്വത്തോടെ അതിൻ്റെ മറുകര കാണുന്നത് വരെ ഒപ്പം നിൽക്കുന്ന മഹത്വം മലയാളിക്ക് ലഭിച്ച ഒരു അനുഗ്രഹം തന്നെയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാവരും എന്നാണ് വാർത്ത കേട്ടത്. എങ്കിലും ഏറെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ ചേർന്ന് ബഹുജന സമൂഹങ്ങളും മറ്റ് നിരവധി സംഘടനകളുമൊക്കെ ചേർന്ന് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്ന് വൈകുന്നേരത്ത് അവിടെ ശിലാസ്ഥാപനം നടക്കുകയാണ്. കുറേയേറെ ആളുകൾക്ക് പാർപ്പണം ഒരുക്കുന്നതിന് വേണ്ടി. അല്പം അറച്ചും അവിടെയും ഒരു വർത്തമാന മേട നടത്തി മാറിയും ഒളിച്ചും കളിക്കാൻ ശ്രമിച്ചതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവരൊക്കെ രംഗത്ത് വന്ന് അവിടെ 1000 വീടുകൾ ഒരുങ്ങാനുള്ള ശ്രമം ഇന്ന് വൈകുന്നേരത്തോടെ സമാരംഭിക്കുകയാണ്. അത്രയും ആളുകളെങ്കിലും ഒറ്റയടിക്ക് രക്ഷപ്പെടുന്നു എന്നത് ചെറിയ കാര്യമല്ല. പാർപ്പിടം ഒരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ. ഇത്രയും ആളുകളുടെ വീട് കൂടി നഷ്ടപ്പെട്ടവർക്ക് എങ്ങടവുമില്ലാതായ സാഹചര്യം. അവർ കഴിഞ്ഞ 8-9 മാസമായി എങ്ങനെ ജീവിക്കുന്നു? വിവാഹപ്രായമായ പെൺകുട്ടികൾ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന അമ്മമാർ, അമ്മുമ്മമാർ, അപ്പൂപ്പന്മാർ, അമ്മച്ചിമാർ, വിവാഹത്തിന് ദിവസം നിശ്ചയിച്ചിട്ട് അത് നടത്താൻ കഴിയാതെ എവിടെ വെച്ച് നടത്തുമെന്നറിയാൻ കഴിയാതെ മാറ്റിവെച്ചുകൊണ്ട് ഇരിക്കുന്നവർ, ഒരു തരത്തിലും സ്വൈരമായി ഒന്ന് കിടന്നുറങ്ങാൻ കഴിയുന്ന പാർപ്പിടമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അത് വർത്തമാനം പറഞ്ഞു തീർക്കാവുന്നതല്ല. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരാശ്വാസമാണ് ഇന്ന് ആരംഭിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി. കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ കുറേ കൂടി ഉദാരമായ മനസ്സ്. ഇത് ആപത്തിൻ്റെ പ്രശ്നമാണ്, ഇത് ജീവൻ്റെ പ്രശ്നമാണ്, ഇത് ജീവനെ തൊട്ട് കളിക്കുന്ന പ്രശ്നമാണ്. ഇത് ജീവൻ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തോടൊപ്പം ജീവൻ നഷ്ടപ്പെട്ടവരെ പോലെ തന്നെ വേദനിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുടെയും കൂടി പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ സൗന്ദര്യ തർക്കമൊക്കെ ഉപേക്ഷിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു എന്ന് പൂർണ്ണമായി പറയുന്നില്ല, എങ്കിലും തീരുമാനിച്ചത് ഒരു ചെറിയ കാര്യമില്ല. കേരളത്തിന് ലോകത്തിലെ മറ്റേതൊരു സമൂഹത്തെക്കാൾ ഇച്ഛാശക്തിയുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് പ്രൗഢിയോടെ അഭിമാനിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ആപത്ത് ഘട്ടത്തിൽ ഒരുമിച്ച് ആപത്ത് പങ്കിട്ട് അതിന് പരിഹാരമുണ്ടാക്കുന്ന ജനത ഒരുപക്ഷേ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഈ ആവേശത്തോടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതെല്ലാം ചേർത്ത് കൂട്ടി നമ്മുടെ വിദേശത്ത് നല്ല നിലയിൽ ജീവിക്കുന്ന മലയാളികൾ എല്ലാം, ഭാരതീയരിൽ വലിയൊരു പങ്ക് ഉൾപ്പെടെ വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്യുദാരമായ സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത്. കേരളീയരായ പ്രമുഖ വ്യക്തികൾ, വ്യവസായ രംഗത്ത് നിൽക്കുന്നവർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർ, അവരെല്ലാം തന്നെ അവർക്ക് സാധിക്കുന്നതൊക്കെ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 1000 വീടുകളുടെ ശിലാസ്ഥാപനം, ഒരു യൂണിറ്റിൻ്റെ ശിലാസ്ഥാപനം ഇന്ന് നടക്കുകയാണ്. ഏറ്റവും മംഗളകരമായ ഒരു കാര്യമാണ് ഇന്ന് അവിടെ നടക്കുന്നത്. അത് കേരളത്തിന് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. അമാന്തിച്ചലങ്കോലമാക്കാതെ എത്ര വേഗം ആ വീടുകൾ തീർക്കാൻ കഴിയുമോ അത്രയും വേഗം അത് തീർക്കുന്നതിന് സാങ്കേതിക നൂലാമാലകൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥന്മാരിൽ ചിലരുണ്ട്. അവർ അകത്തും പുറത്തും ചൊറിയുള്ള പലരും എവിടെയും നമുക്ക് കാണാം. എങ്ങനെ ഇതൊക്കെ താമസിപ്പിക്കാം എന്നാലോചിക്കുന്നവർ കണ്ടേക്കാം. അങ്ങനെ ആരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഉള്ളവരെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഒന്നടങ്ങി ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച്, ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ചേർന്നാണ് ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത്. ചേർന്ന് ഇത് അതിവേഗം ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കണം.
അതിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്കും ഒരു വലിയ കടമയുണ്ട്. അവരും ഇത് മനുഷ്യൻ്റെ പ്രശ്നമാണെന്ന് കണക്കാക്കി അതിവേഗം ഇത് പൂർത്തിയാക്കാൻ രംഗത്ത് വരേണ്ടതാണ്. വന്നു കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരിടത്തും സാധിക്കാത്ത വേഗതയിൽ വയനാട്ടിലെ കെട്ടിടങ്ങൾ മുകളിലേക്ക് ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ എത്ര വെട്ടിപ്പും തട്ടിപ്പും നടത്താമെന്ന് ആലോചിക്കുന്നവർ ഒരുപക്ഷെ കണ്ടേക്കാം. അതവരുടെ ഒരു തൊഴിലാണ്. അവരുമൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രണം പാലിച്ച് ഇത് ഭംഗിയായി പൂർത്തിയാക്കാൻ രംഗത്ത് നിൽക്കേണ്ട സമയമാണ് ഇത്. ആപത്തിന് ഉപകരിക്കാത്ത ഒരു പ്രമാണിയെയും ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു കാലത്തും ആവശ്യമില്ല. ദുഃഖത്തിൽ പങ്കുചേരാനും അവരോട് അലിവ് കാണിക്കാനും സാധിക്കാത്ത ഒരു ഭരണാധികാരിക്കും ലോകത്തൊരു ജനതയുടെ മനസ്സിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഇവിടെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ടവരുമെല്ലാം കർശനമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് അവിടെ പണി ആരംഭിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഏറ്റവും വേഗം പൂർത്തിയാകാനിടയാകട്ടെ. കണ്ണീരും കൈയുമായി വഴിയോരങ്ങളിൽ കിടക്കുന്നവരും അവശതയോടെ പലയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നവരും അവർക്ക് പാർക്കാനുള്ള വീട് വേഗം പൂർത്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ടവരോട് ഉള്ള ആദരവ് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.